ഇന്ന് നമുക്കൊരു പാൻറ് തയ്ക്കാം. ഈ പാൻറ് തുണി കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 1.5-2 വർഷത്തിൻ്റെ അടുത്തായി. എൻ്റെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങി തന്നതാണ് ഈ തുണി. ഈ ടോപ്പൊക്കെ അടിച്ച് ഞാൻ എന്നോ ഇട്ടു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ പാൻറ് ഇല്ലാതെയാണോ ടോപ്പ് ഇട്ടതെന്നല്ലേ? പാൻറ് വെള്ള പാൻറ് മതിയല്ലോ, അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം എനിക്ക് തോന്നി ഇനി ഈ തുണി ഇങ്ങനെ വെച്ചോണ്ട് നിന്നാൽ ചിലപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എടുത്തു വെട്ടിയപ്പോൾ എനിക്ക് ചെറിയൊരു അപാകതയൊക്കെ തോന്നിയെങ്കിലും തയ്ച്ച് ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചു. തുണി എടുക്കലും വെട്ടലും തയ്ക്കലും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അരമണിക്കൂർ കൊണ്ട് എൻ്റെ പാൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഈ പാൻറ്റിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒരു പാൻറ് അത്രയും മതിയില്ലേ? ഇത് വാങ്ങി തന്നവൾ ഇത് വല്ലതും കണ്ട എന്നെ വേറെ വല്ലതും വിളിച്ചു പറയും. ഇത്രയും കാലമായിട്ട് ഇത് വിറ്റിന് വെച്ചതായിരുന്നു എന്നൊക്കെയായിരിക്കും ചോദ്യം. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ അടിച്ച് 4 ഭാഗവും കൂട്ടി അങ്ങ് ഒപ്പിച്ചു. ഇതിൻ്റെ ടോപ്പും ഞാൻ തന്നെയായിരുന്നു അടിച്ചത്. പക്ഷേ അന്ന് എനിക്ക് തോന്നി പാൻറ് വെച്ച് ടോപ്പ് അടിക്കാമെന്ന്. പക്ഷേ പിന്നെ എനിക്ക് അത് വേണ്ട, അത് പാൻറ് തന്നെ അടിക്കാമെന്നുള്ള ചിന്ത വന്നു. അതാ ഇത്രയും കാലം അങ്ങനെ തുണി അവിടെ നിന്ന് പോയത്. അങ്ങനെ പാൻറ്റും ടോപ്പും കൂടെ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയട്ടോ. ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ടോപ്പ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, എന്നാലും എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.